ഭക്ഷണം ഒരു സുപ്രധാന വിഷയമാകുന്ന ഈ കാലത്തെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പഠനവും ചർച്ചാ വിഷയമാകണം. വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണം ഉപഭോക്താവിന് ഉറപ്പുവരുത്തേണ്ടത് ഭക്ഷണ നിർമ്മാതാക്കളുടെ ചുമതലയാണ്. അതുപോലെ ക്വാളിറ്റി ചെക്ക് കൃത്യമായി നടക്കുന്നുണ്ടെന്നും അതിൽ അപാകതകളൊന്നും ഇല്ലെന്നും ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിന്റെയും ചുമതലയാണ്. നമ്മൾ ഈ കരിയറിനെ കുറിച്ച് പറയുന്നിടത്ത് ഭക്ഷണത്തിനും അതിന്റെ ക്വാളിറ്റിക്കുമൊക്കെ എന്താണ് കാര്യം എന്നാവും ആലോചിക്കുന്നത്. കാര്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭക്ഷണവും പാഠ്യവിഷയമാകുന്നതിനെ കുറിച്ചാണ്. ഫുഡ് ടെക്നോളജി എന്നൊരു കരിയർ സാധ്യതയുള്ളതിനെ കുറിച്ച് നമുക്ക് എത്ര പേർക്കറിയാം? ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന സാങ്കേതിക മേഖലയാണ് ഫുഡ് ടെക്നോളജി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്തും ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് ഫുഡ് ടെക്നോളജി. ഫുഡ് പ്രോസസ്സിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ടെക്നിക്കൽ മാനേജ്മെന്റ്, ഹൈജീൻ ആൻഡ് ഫുഡ് സേഫ്റ്റി ഇവയൊക്കെയാണ് ഫുഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകൾ. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് വസ്ത്രങ്ങളാണ്. രണ്ടാം സ്ഥാനം സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 18% വളർച്ചയാണ് സംസ്കരിച്ച ഭക്ഷ്യധാന്യ ഉൽപ്പന്ന വിപണി രേഖപ്പെടുത്തുന്നത്. ഫുഡ് ടെക്നോളജി പഠിക്കാൻ കേരളത്തിലും അവസരങ്ങളുണ്ട്. അതും ഫുഡ് ടെക്നോളജിയുടെ ബിടെക് കോഴ്സുകൾ. കൊല്ലം TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മലപ്പുറത്തെ തവനൂരിൽ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കേരള കാർഷിക സർവകലാശാല, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് ഫുഡ് ടെക്നോളജിയിൽ ബിടെക് നിലവിലുള്ളത്. കീം എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് പ്രവേശനം സാധ്യമാവുക. കീം എഴുതിയാൽ ഡോക്ടറാവുക മാത്രമല്ല, ഇങ്ങനെയും കുറെ അവസരങ്ങൾ കൂടിയുണ്ട്. ഇനി ബിരുദാനന്തര ബിരുദമാണ് ലക്ഷ്യമെങ്കിൽ ഹരിയാനയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന ലോക പ്രശസ്ത സ്ഥാപനത്തിൽ ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഫുഡ് പ്ലാനിംഗ് ഓപ്പറേഷനിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഫുഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവയിൽ MTech എടുക്കാനും സാധിക്കും. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രോപ്പ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലും MTech ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത്, ഭക്ഷണത്തിന്റെ ക്വാളിറ്റിക്കും കാര്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൂടിക്കൂടി വരുന്ന ഈ കാലത്തെ കൂട്ടത്തിൽ വർഷാവർഷം ഗ്രാഫ് മുകളിലേക്ക് മാത്രം പോകുന്ന ഈ സംസ്കരിച്ച ഭക്ഷ്യസാധനങ്ങളുടെ കയറ്റുമതി കണക്കും നമ്മൾ കണ്ടല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഒരു കൈ നോക്കാൻ പറ്റിയ പരിപാടിയാണ് ഈ പറഞ്ഞ ഫുഡ് ടെക്നോളജി.